എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഇനിയും ഉണ്ടാകുന്ന യുദ്ധം എത്ര ഭയാനകരം ആയിരിക്കും എന്ന് ചിന്തിക്കുകയായിരുന്നു. തുടർന്ന് നോക്കാം. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത് ഇന്ന് ലോകത്തിൽ ന്യൂക്ലിയർ ബോംബ് തയ്യാറാക്കി വച്ചിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാം കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് 12,000-ൽ പരം ന്യൂക്ലിയർ ബോംബാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഏത് സമയത്തും അസംബിൾ ചെയ്യാനുള്ള റോ മെറ്റീരിയൽസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകം ചാമ്പലായിത്തീരും. എന്നാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധങ്ങൾ കരയിലും ആകാശത്തിലും സമുദ്രത്തിലും ഒക്കെ നടക്കും. എന്നാൽ അതിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ യുദ്ധഭൂമിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുക? യുദ്ധത്തിനായി കടന്നു വന്ന ഇരുപക്ഷക്കാരുടെയും ചിന്ത പോലെയല്ല. സൂപ്പർ പവർ രാജ്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ നടക്കില്ല. സാഹചര്യം എല്ലാം മാറി മറിയും. എങ്ങനെയെന്നല്ലേ? യെഹെസ്കേൽ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 19 ഇങ്ങനെ പറയുന്നു: അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപത്തിലും അരുളി ചെയ്തിരിക്കുന്നു. ഇരുപക്ഷക്കാരും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട്, അതായത് കമാൻഡിംഗ് ഓഫീസറിൻ്റെ ഓർഡറിനായി കാത്തിരിക്കുന്ന സമയത്ത് സർവശക്തനായ നമ്മുടെ ദൈവം അവിടുത്തെ കൈ ഒന്ന് അനക്കും. അപ്പോൾ ആ പ്രദേശത്ത് അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വിധം ഒരു വലിയ ഭൂകമ്പമുണ്ടാകും. ഈ ഭൂകമ്പത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം നശിച്ചു പോകും. ഓർഡർ കൊടുക്കാൻ സിഗ്നൽ സംവിധാനമില്ല. അഥവാ ഒരു ഭാഗത്ത് നിന്ന് സിഗ്നൽ പോയാൽ തന്നെ മറുഭാഗത്ത് സിഗ്നൽ റിസീവർ സംവിധാനം നശിച്ചു കിടക്കുകയാണ്. സൈനികരും അവരുടെ കമാൻഡേഴ്സും ഓപ്പറേറ്റേഴ്സും എല്ലാവരും ഒന്നുകിൽ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതര അവസ്ഥയിലായിരിക്കും. യുദ്ധം ഇസ്രായേലിലെ പർവ്വത പ്രദേശങ്ങളിൽ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ന്യൂയോർക്കിലോ മോസ്കോയിലോ സിഡ്നിയിലോ ടോക്കിയോയിലോ ആണ്. എന്നാൽ അവർ അയക്കുന്ന സന്ദേശം സ്വീകരിക്കാൻ ഇവിടെ ആളില്ല. റഷ്യയ്ക്ക് അവരുടെ സഹായത്തിനുള്ള സഹരാജ്യങ്ങളുമായി സമ്പർക്കം സാധ്യമല്ല. അതുപോലെ തന്നെ മറുപക്ഷക്കാർക്കും. കാരണം ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ വചനത്തിൽ പറയുന്നു, യെഹെസ്കേൽ 38-ാം അധ്യായത്തിൻ്റെ 21, ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓരോരുത്തരുടെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായി ആയിരിക്കും. അങ്ങനെ 3-ാം ലോകമഹായുദ്ധം പൂർണ്ണമായിട്ട് അല്ല, എന്നാൽ ഭാഗികമായി ഒട്ടുമിക്ക രാജ്യത്തിൻ്റെയും ഭരണം അവസാനിക്കും. അതിനുശേഷം പുതിയ ഒരു ഭരണം തുടങ്ങും. ആ പുതിയ ഭരണം യൂറോപ്പിൽ നിന്നുമാകും തുടക്കമാകുക. ആ ഭരണത്തെപ്പറ്റിയും അതിൻ്റെ പശ്ചാത്തലവും പറയാനായി വളരെ സമയം വേണ്ടിവരും. എന്നാൽ ഈ വിഷയത്തിലെ കുറച്ച് പ്രധാന ഭാഗങ്ങളെ മാത്രം പറയാൻ താൽപ്പര്യപ്പെടുന്നു. ഇന്ന് നിലവിലുള്ള ശക്തിശാലി രാഷ്ട്രങ്ങളും അവരുടെ ഭരണഘടനയും
അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം മാറ്റപ്പെടും. ജനകീയ ഭരണഘടനയും മാറ്റപ്പെടും. ഒരു വൺ വേൾഡ് ഓർഡർ നിലവിൽ വരും. അതായത് ഒരു ഏകാധിപതി ഭരണം നിലവിൽ വരും. ആ വരാൻ പോകുന്ന ഏകാധിപതിയുടെ പേര് ബൈബിൾ പറയുന്നു എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്. യൂറോപ്പിൽ അതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ മുദ്ര, പുതിയ ഭരണഘടന എല്ലാം ഈ ഏകാധിപതിയുടെ വരവിനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഫലമായാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധിക കാലതാമസം വിന വരുവാനിരിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പരിണിത ഫലമായി ആയിരിക്കും ഈ ഏകാധിപതി ഭരണം വരിക. എന്നാൽ അതിനു മുമ്പായി അതിമഹത്തായ ഒരു സംഭവം ഈ ലോകത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് മൂന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ്, എതിർ ക്രിസ്തു പ്രകടമാകുന്നതിന് മുമ്പ്, ഇപ്പോഴുള്ള ഭരണ സംവിധാനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഈ സംഭവം നടന്നിരിക്കും. എൻ്റെ കൈവശമിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം അടിവരയിട്ട് പ്രസ്താവിക്കുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാകും വണ്ണം പുതിയ നിയമത്തിലെ 4 സുവിശേഷത്തിലും ലേഖനങ്ങളിലും പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും ഉടനീളം വളരെ സ്പഷ്ടമായും കൃത്യമായും പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. യേശുവിൻ്റെ രണ്ടാം വരവിനെ പ്രസ്താവിക്കുന്ന അനേക വചനങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ അറിവിന് വേണ്ടി കുറച്ച് വാക്യങ്ങൾ മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു. 1 കൊരിന്ത്യർ 16 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ ഇങ്ങനെയിരുന്നു: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഫിലിപ്പിയർ 3:20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 തെസ്സലോനി 4:16-17 വാക്യങ്ങളിൽ പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനി 5 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നു: കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:37 പറയുന്നു: ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യാക്കോബിൻ്റെ പുസ്തകം 5 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പറയുന്നു: നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. യൂദയുടെ പുസ്തകം 1:15 വാക്യം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരതകളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1 യോഹന്നാൻ 2:28. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ
അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വിശ്വസിപ്പിൻ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പിന്നെയും അനേകം വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എല്ലാം ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്പം മുമ്പ് ഉദ്ധരിച്ച വാക്യങ്ങളിൽ ഒരു വാക്യം വായിച്ചപ്പോൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ആ വാക്യം ആവർത്തിച്ച് വായിക്കാൻ ഒരു ഉൾപ്രേരണ എനിക്കുണ്ടായി. എന്താണ് അതിൻ്റെ കാരണമെന്ന് പലവട്ടം ആലോചിച്ച് അവസാനം ദൈവത്തിൽ ശരണപ്പെട്ടു. വാക്യം ഇതാണ്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നേരത്തെ വായിച്ചതാണ്, എന്നാലും ഒരു വട്ടം കൂടി വായിക്കുന്നു. നിങ്ങളും ദീർഘക്ഷമയോട് ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഇതിൽ ഒരു വിരോധാഭാസമുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തയ്യാറെടുപ്പോടെ, ഒരുക്കത്തോടെ, പ്രതീക്ഷയോടെ ഇരിക്കാനല്ലേ പറയേണ്ടത്? എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീർഘക്ഷമയോടെ ഇരിപ്പീൻ എന്നാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഹൃദയം സ്ഥിരപ്പെടുത്തുകയും വേണം. ഇത് ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. കാരണം വിവരിക്കാം. 2025 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ മാനവരാശിയുടെയും രക്ഷയ്ക്കായി പിതാവായ ദൈവത്തിൻ്റെ സമത്വം വിട്ട് മനുഷ്യനായി ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ പാപവും ശാപവും രോഗവും തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് മനുഷ്യരുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ഗോൽഗോഥ മലമുകളിൽ കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട അവസാന തുള്ളി രക്തം വരെ ഒഴുകി വേദനയോടെ പിടഞ്ഞു മരിച്ച യേശു, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു, 40 ദിവസം ഈ ലോകത്തിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അരുമ ശിഷ്യർ നോക്കിക്കൊണ്ട് നിൽക്കവേ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോടായി ദൂതന്മാർ പറയുന്നു, അവൻ പോയ പോലെ മടങ്ങി വരുമെന്ന്. യേശു സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന യേശു, തൻ്റെ സഭയ്ക്ക് വേണ്ടി ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു, പരിശുദ്ധാത്മാവിനെ തൻ്റെ അഭിഷിക്തരുടെ മേൽ അയച്ച യേശു, തൻ്റെ വാഗ്ദത്തപ്രകാരം തൻ്റെ മണവാട്ടിയാകും സഭയെ ചേർത്തുകൊള്ളാൻ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. ആ പ്രത്യാശയിലാണ് ഞാനും നിങ്ങളും. ആമേൻ. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.